ക്രിസ്തനിൽ സ്ഥിരപ്പെടുത്തി നീ പാവച്ചെളിയിൽ നിന്നും വീണ്ടെടുത്തന്നെ. പറയാം ക്രിസ്തനിൽ സ്ഥിരപ്പെടുത്തി നീ എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം. എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരയിടും. എൻ കണ്ണുനീരെല്ലാം തുടച്ചിടുന്നു നീ. കൺമണി പോലെ നിത്യം കാത്തിടുന്നേ. എൻ കണ്ണുനീരെല്ലാം തുടച്ചിടുന്നു നീ. കൺമണി പോലെ നിത്യം കാത്തിടുന്നേ. വൻ കൃപയോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ. വൻ കൃപയോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരയിടും. എന്നെ അനുദിനം നയിച്ചിടണമേ. വിടാതെ അന്നു നിന്നടുക്കലെത്തിയിടാൻ. എന്നെ അനുദിനം നയിച്ചിടണമേ. വിടാതെ അന്നു നിന്നടുക്കലെത്തിയിടാൻ. ആലംബമായിടും ആത്മാവ് തന്നതാൽ. ആലംബമായിടും ആത്മാവ് തന്നതാൽ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരയിടും. സന്താപകാലത്തും സന്തോഷകാലത്തും സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എന്റെ നാവ് നിന്നെ വാഴ്ത്തുമേ. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ കാണാപാഠം പഠിച്ചവർക്ക് പറയാം. നേരത്തെ പഠിച്ച വാക്യങ്ങൾ തന്നെയാണ്, കാണാതെ പറയാം സാധിക്കുന്നവർക്ക്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഇവ മൂലം ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരും. ആന്റണി ബ്രദറിനെ കർത്താവ് കൂടുതൽ വചനം പഠിക്കാനും അത് ഹൃദയസ്ഥമാക്കാൻ എല്ലാം കൃപ ഇനിയും കൂടുതലായി കൊടുക്കട്ടെ. അടുത്തതായിട്ട് ആരാ പറയുന്നേ? ദുർനടപ്പ്, അശുദ്ധിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ സത്യാഗ്രഹം എന്നിങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവ അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം അനുസരണം കെട്ടവരുടെ മേൽ ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദറിനെ. ട്രൈ ചെയ്യുന്നുണ്ടോ? പ്രൈസ് ലോർഡ് ബ്രദർ. ആക്ച്വലി ബാക്കി സമയങ്ങളിലൊക്കെ വചനം വളരെ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ മീറ്റിംഗ് ആവും ഒരു ഹെസിറ്റേഷൻ. ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് പറയാം. അത് നാച്ചുറൽ ആണ്, ഡോണ്ട് വറി. ഓക്കെ. കൊളോസിയർ 3:5-6 ഇംഗ്ലീഷിൽ. മോർട്ടിഫൈ therefore your members which are upon the earth, fornication, uncleanness, inordinate affection, evil concupiscence and covetousness, which is idolatry. Verse 6, for which things sake the wrath of God cometh on the children of disobedience. ഓക്കെ, മനോഹരമായി പറഞ്ഞു. പിന്നെ നമ്മള് ഈ KJV ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ന്യൂ ട്രാൻസ്ലേഷൻ ഒക്കെ ആണെങ്കിൽ വേഗം പഠിക്കാൻ പറ്റും. അതെ അതെ അതെ. ഞാൻ KJV യൂസ് ചെയ്യുന്നത് പണ്ട് മുതൽ. അത് ഏത് വേണമെങ്കിലും പറയാം, ചിലർക്ക് അതായിരിക്കും താല്പര്യം. അതെ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാം ആരാധനയും
സ്തുതി ബഹുമാനവും സ്വീകരിക്കാൻ ആരാധനയും ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം യോഗ്യനാം ദൈവപിതാവേ എന്നോട് നീ ദൂതന്മാരാ പകൽ വാഴ്ത്തിയിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിരുന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം നന്ദിയാൽ വണങ്ങും നേരം എന്നുമെന്നും നീ ആരാധ്യനാം നീ പരിശുദ്ധൻ നീ എന്നും സ്തുതിൻ ദൈവമേ നീ മാത്രം യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം ആഹാഹാലേലുയാ 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 നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ഹല്ലേലൂയ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ആഹാഹാലേലുയാ 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 ആഹാഹാലേലുയാ
നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാൻ നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ, നീ യോഗ്യനാം. സ്തോത്രം, സ്തുതി, ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും പുകഴ്ചയും ബഹുമാനവും സർവശക്തനായ പിതാവായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന, സമാധാനം തരുന്ന പരിശുദ്ധാത്മാവിനും സ്തോത്രമുണ്ടാകട്ടെ. തിരുവചനം ഗ്രഹിപ്പിക്കുവാൻ ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. കൊളോസ്യ ലേഖനമാണ് നാം ധ്യാനിക്കുന്നത്. 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഈ വിശ്വാസികൾ ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ തേജസ്സിൽ വെളിപ്പെടുവാൻ പോകുന്നവരാണ്. കറ ചുളുക്കമൊന്നും കൂടാതെ ക്രിസ്തുവിന്റെ മഹിമാസന്നിധിയിൽ ക്രിസ്തുവിന്റെ മണവാട്ടി ഒരു നാളിൽ നിൽക്കും. ഈ ക്രിസ്തുവിന്റെ മണവാട്ടി, ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ തേജസ്സിൽ വെളിപ്പെടാനിരിക്കുന്ന മണവാട്ടി, ഈ ഭൂമിയിൽ യാതൊരു പാപത്തിന്റെ കറ പോലും ജീവിതത്തിൽ കാണാൻ പാടില്ല. പ്രവൃത്തികളിൽ മാത്രമല്ല, ചിന്തകളിലും പാപത്തിന്റെ കറ കാണാൻ പാടില്ല. ആകയാൽ ദുർനടപ്പ്, ഒന്നാമത് ദുർനടപ്പ് നാം ധ്യാനിച്ചു, ഇമ്മോറാലിറ്റി. അടുത്തതായി അശുദ്ധി, ഇംപ്യൂരിറ്റി, അതും നമ്മൾ ധ്യാനിച്ചു. അടുത്തത് അതിരാഗം, പാഷൻ. പിന്നീട് ദുർമോഹം അഥവാ ലസ്റ്റ്. പിന്നീട് പറയുന്നത് വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. Therefore, treat the parts of your earthly body as dead to sexual immorality, impurity, passion, and greed, which amounts to idolatry. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം, അതിനെക്കുറിച്ച് നമുക്കിന്ന് അല്പം ധ്യാനിക്കാം. കൊളോസ്യർ 3:5. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഗ്രീഡ്, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. അത്യാർത്തി, അതികൊതി, ദുർമോഹം, ഇത് പാടില്ല. 10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് കൊടുത്തു. 10ാമത്തെ കൽപ്പന എന്താണ്? പുറപ്പാട് 20-ാം അധ്യായം 17-ാം വാക്യം. അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്. അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. ഇതേ കൽപ്പന ആവർത്തന പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യത്തിലും കാണാം. ബ്രദർ വായിക്കും. ആവർത്തനം 5:21. കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭവനത്തെയും നിലത്തെയും അവൻ്റെ വേലക്കാരനെയും വേലക്കാരത്തിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. നിയമാവർത്തനം 5:21. നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്. അവൻ്റെ ഭവനത്തെയോ വയലിനെയോ
ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. അയൽക്കാർക്ക് പലതും കാണും, നല്ല ജോലി കാണും, നല്ല വാഹനങ്ങൾ, നല്ല സൗകര്യമുള്ള വീട് പലതും കാണും. എന്നാൽ ദൈവമക്കൾക്കുള്ള പ്രമാണം എന്താണ്? നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്. അവൻ്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. നല്ല വാഹനങ്ങൾ കാണും, മൊബൈൽ കാണും, ലാപ്ടോപ്പ് കാണും, പലതും കാണും. അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവും അത്യാഗ്രഹത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ലൂക്കോസ് 12:15. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇന്ന് ലോകത്തിൽ രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട്, പണം കൊണ്ട് ധന്യമാകുമെന്ന് കരുതി ആ പണം മാമോനെ നേടാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്നിട്ട് ഇതൊക്കെ കിട്ടിയാലും വല്ല സന്തോഷമുണ്ടോ? വല്ല ജീവിത ലക്ഷ്യവുമുണ്ടോ? ക്രിസ്തു പറയുന്നു, അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ. ഏത് വിഷയത്തെ സംബന്ധിച്ച് നാം ജാഗരൂകരായിരിക്കണം? കാരണം മാമോൻ നമ്മുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. മാമോൻ സമ്പത്ത്. എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ലോകത്തിൽ രക്ഷിക്കപ്പെടാത്ത മനുഷ്യരുടെ ഇടയിൽ അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം ഒക്കെ കാണാം. പക്ഷെ ദൈവമക്കൾക്കിടയിൽ അത് കാണാൻ പാടില്ല. നമ്മൾ പ്രതിമകളെ വണങ്ങുന്നവരല്ല, പ്രതിമകളെ ആരാധിക്കുന്നവരുമല്ല. സ്വരൂപവണക്കം 2-ാം കൽപ്പനയ്ക്കെതിരെ നിൽക്കുന്ന ഒന്നാണ്. 10 കൽപ്പനകളിൽ 2-ാമത്തെ കൽപ്പന, ഒരു സ്വരൂപത്തെ ഉണ്ടാക്കരുത്, വണങ്ങരുത്, ആരാധിക്കരുത്. സ്വരൂപത്തെ ഉണ്ടാക്കാനും പാടില്ല, പ്രണമിക്കുക അഥവാ വണങ്ങുക, തലകുമ്പിടുക, ആദരവ് പ്രകടിപ്പിക്കുക, മാത്രമല്ല ആരാധിക്കാനും പാടില്ല. 3 കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട്. പണ്ട് നമ്മളിൽ പലരും അന്യദൈവങ്ങളുടെ വിഗ്രഹത്തിൻ്റെ മുമ്പാകെ തല കുമ്പിട്ടില്ല എങ്കിലും യേശുവിൻ്റേത്, മറിയത്തിൻ്റേത് എന്നൊക്കെ പറയുന്ന ജീവനില്ലാത്ത ഒരുപാട് പ്രതിമകൾ, ഐക്കൺ, അതിൻ്റെ മുമ്പാകെ തല കുമ്പിട്ടവരും വണങ്ങിയവരും ഇങ്ങനെ ചെയ്താൽ അത് പാപമല്ല എന്നുള്ള വ്യാജമായ പഠിപ്പിക്കൽ മുഖാന്തരം ദൈവത്തിന് പ്രകോപനപരമായ രീതിയിൽ തിരുസ്വരൂപ വണക്കം എന്ന പാപമൊക്കെ ചെയ്തവരാണ്. ഇപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. ഏത് സ്വരൂപം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു സഭാ ശുശ്രൂഷകൻ ഇത് മറിയത്തിൻ്റെ സ്വരൂപമാണ്, യേശുവിൻ്റെ സ്വരൂപമാണ്, ഒന്ന് വണങ്ങിക്കോളൂ, ഒന്ന് തലകുമ്പിട്ടോളൂ, ആരാധിക്കേണ്ട, ഒന്ന് വണങ്ങിയാൽ മതി, ഞങ്ങളൊക്കെ ഇത് ചെയ്യുന്നതാണ്, നരകത്തിലൊന്നും പോകില്ല എന്ന് പറഞ്ഞ് മോഹനവാക്കുമായി പ്രലോഭിപ്പിക്കാൻ നിന്നാലും നമ്മൾ ആ ജീവനില്ലാത്ത സ്വരൂപത്തെ വണങ്ങില്ല. പക്ഷേ ഇവിടെ നാം എന്താണ് വായിച്ചത്? വിഗ്രഹാരാധന തന്നെയായ കൊളോസ്യർ 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. അതായത് സ്വരൂപങ്ങളെ വണങ്ങിയില്ല എങ്കിലും അതിന് തുല്യമായ പാപമാണ് അത്യാഗ്രഹം. അപ്പോൾ സ്വരൂപവണക്കം നമുക്ക് പുറമെ ബാഹ്യമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതാ യേശുവിൻ്റേത്, മറിയത്തിൻ്റേത് എന്നൊക്കെ പറയുന്ന ജീവനില്ലാത്ത പ്രതിമകളെ, സംസാരിക്കാൻ ശേഷിയില്ലാത്ത, കണ്ണുണ്ടെങ്കിലും കാണാത്ത, കാലുണ്ടെങ്കിലും നടക്കാത്ത ആ പ്രതിമകളെ വണങ്ങുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷേ ദ്രവ്യാഗ്രഹം, ഗ്രീഡ്, അത്യാഗ്രഹം, അതെങ്ങനെ കാണിച്ചു തരാൻ പറ്റും? അത് ഹൃദയത്തിനകത്ത് കിടക്കുന്ന പാപമാണ്. അകത്തുള്ളതായാലും പുറത്തുള്ളതായാലും ഇത് രണ്ടും ദൈവമക്കൾ ഉപേക്ഷിക്കണം. ചിലർ പറയാറുണ്ട്, അകത്തുള്ള ദ്രവ്യാഗ്രഹം, അകത്തുള്ള നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം
ഇതുപോലുള്ള പാപങ്ങൾ മാറ്റിയാൽ മതി. പുറമേ നമ്മൾ വണങ്ങാൻ വെച്ചിട്ടുള്ള ക്രിസ്തുവിൻ്റേത്, മറിയത്തിൻ്റേത് എന്ന് പറയുന്ന അതൊക്കെ നമുക്ക് വണങ്ങാം. അത് വിഗ്രഹാരാധനയല്ല. അകത്തുള്ളത് മാറ്റിയാൽ മതി. എന്നാൽ ബൈബിൾ ഇത് രണ്ടും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അകത്തുള്ള പ്രതിമകളാകട്ടെ, പുറത്തുള്ള പ്രതിമകളാകട്ടെ, അകത്തുള്ള അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം, മറ്റ് തെറ്റായ ആസക്തികൾ, ക്രിസ്തുവിനേക്കാൾ ഉപരിയായി മറ്റെന്തിനെങ്കിലും പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഉള്ളിലുള്ളതും മാറ്റിക്കളയണം. പുറമെയുള്ള സ്വരൂപവണക്കവും വിഗ്രഹാരാധനയും മാറ്റണം. ലോകത്തിൽ അത്യാഗ്രഹം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ്രവ്യാഗ്രഹം പെരുകുകയാണ്. എത്ര കിട്ടിയിട്ടും തൃപ്തിയില്ലാതെ മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. മക്കളെപ്പോലും വേണ്ട പോലെ പരിപാലിക്കുവാൻ സമയം എടുക്കാതെ ദീർഘവർഷങ്ങൾ വിദേശത്ത് പോയി കാശുണ്ടാക്കുകയാണ്. അങ്ങനെ പണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതാ 1-ാം നൂറ്റാണ്ടിൽ ചർച്ചിനകത്ത് പോലും ചില ദുരുപദേഷ്ടാക്കൾ അവർ ഈ ദ്രവ്യാഗ്രഹമുള്ളവരായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ചർച്ചിനകത്തുള്ള ദുരുപദേശകന്മാർ ദ്രവ്യാഗ്രഹം കൊണ്ട് നിറഞ്ഞ വിശ്വാസികളെ കൗശലവാക്ക് പറഞ്ഞ് വാണിഭമാക്കിയെങ്കിൽ 21-ാം നൂറ്റാണ്ടിലും സഭയ്ക്കുള്ളിലും കള്ളോപദേഷ്ടാക്കന്മാരും പ്രോസ്പെരിറ്റി, അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ദ്രവ്യാഗ്രഹത്താൽ ബാധിക്കപ്പെട്ട ധാരാളം ആളുകളുണ്ട്. പത്രോസ്ലീഹ അതിനെക്കുറിച്ച് പറയുന്നത് 2 പത്രോസ് 2:3 അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. ഇത് ദുരുപദേഷ്ടാക്കളാണ്. സഭയ്ക്കുള്ളിൽ കടന്നുകൂടുന്ന ദുരുപദേഷ്ടാക്കൾ. അവർ എന്താണ് ചെയ്യുന്നത്? അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് വാസ്തവമായി സംസാരിക്കാതെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം വ്യാജമാണ് പണത്തിന് വേണ്ടി പലരും കാട്ടിക്കൂട്ടുന്നത്. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരുകയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 6:10 കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കേൾക്കുമ്പോൾ തോന്നും, അത്യാഗ്രഹം അത് ഇത്ര വലിയ പാപമാണോ? വ്യഭിചാരം പോലെ, കൊലപാതകം പോലെ, മദ്യപാനം പോലെ കഠിനമായൊരു പാപമാണോ? അതെ. ഇവിടെ നാം വായിക്കുന്നത് കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനം 3:5 ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. വിഗ്രഹാരാധന വിട്ടോടണം. ആര് നിർബന്ധിച്ചാലും വിഗ്രഹത്തെ ആരാധിക്കുകയോ സ്വരൂപങ്ങളെ വണങ്ങുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ വിട്ടോടേണ്ട ഒരു പാപമാണ് അത്യാഗ്രഹം, ദ്രവ്യാസക്തി. ഗലാത്യ 1 കൊരിന്ത്യർ 10:14 1 കൊരിന്ത്യർ 10:14 ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിൻ. നമ്മൾ അക്ഷരാർത്ഥത്തിലുള്ള ബാഹ്യമായ വിഗ്രഹാരാധനയും സ്വരൂപവണക്കവും മാറ്റിയവരാണ്. പക്ഷേ ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം വിഗ്രഹാരാധനയ്ക്ക് തുല്യമായതുകൊണ്ട് എപ്രകാരം വിഗ്രഹാരാധനയെ നമ്മൾ വെറുക്കുന്നുവോ, അതിനെ വിട്ട് ഓടുന്നുവോ, അപ്രകാരം തന്നെ ഈ അത്യാഗ്രഹത്തെയും വിട്ടോടണം. എന്തുകൊണ്ട്? ഗലാത്യ 5:20 വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഗലാത്യ ലേഖനവും നമ്മോട് പറയുന്നു. ഇനി പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ള വിശ്വാസികൾ ഒരു കാലത്ത് അത്യാഗ്രഹം, വിഗ്രഹാരാധന
ഇതുപോലുള്ള പല പാപങ്ങളിലും കാലം ചെലവഴിച്ചവരാണ്. പക്ഷേ യേശുവിൻ്റെ രക്തത്താൽ അവർ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് ഇനി ഒരിക്കലും അത്തരത്തിലുള്ള പഴയ കാലങ്ങളിൽ അവരെ കൺട്രോൾ ചെയ്തിരുന്ന വിഗ്രഹാരാധന, അത്യാഗ്രഹം, മദ്യപാനം ഇങ്ങനെയുള്ള പാപങ്ങളാൽ അവർ വശീകരിക്കപ്പെടാൻ പാടില്ല. 1 പത്രോസ് 4:3 വിജാതീയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മദിരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. നമ്മളിൽ പലരും ധാരാളം കാലം സ്വരൂപവണക്കത്തിലും മറ്റു പല തിന്മകളിലും കാലം ചെലവഴിച്ചവരാണ്. ഇനി ഒരിക്കലും അത്തരത്തിലുള്ള തിന്മകളിലേക്ക് പോകരുത്. ജീവന് ഭീഷണി ഉണ്ടായാലും ദൈവത്തിന് വിരുദ്ധമായ പാപങ്ങളിലേക്ക് തിരിയാൻ പാടില്ല. ബ്രദർ വായിക്കാം 119 സങ്കീർത്തനം 36 വാക്യം. സങ്കീർത്തനം 119:36. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാക്കണമേ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. 119 സങ്കീർത്തനം 36, 119:36. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. ലോകത്തിലെ മനുഷ്യൻ എങ്ങനെ ലാഭം കിട്ടും? എവിടെയാണ്, ഏത് കടയിലാണ് ലാഭത്തിന് വസ്തുക്കൾ വിറ്റഴിക്കുന്നത്? കടക്കാരന് നഷ്ടം വന്നാലും കുഴപ്പമില്ല, എനിക്ക് ലാഭം കിട്ടണം. ലാഭം എന്ന് കേട്ടാൽ ഓടിക്കൂടുകയാണ്. എല്ലാത്തിലും ലാഭേച്ഛ. പക്ഷെ ദൈവമക്കളുടെ പ്രാർത്ഥന എന്താകണം? ധനലാഭത്തിലേക്കല്ല. കടകളിലെ ആ വിൽപ്പനയെക്കുറിച്ച് മാത്രമല്ല, മൊത്തം ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. ദൈവത്തിൻ്റെ കൽപ്പനകളിലേക്ക്, അവിടുത്തെ വചനത്തിലേക്ക് നമ്മുടെ ഹൃദയം തിരിക്കണമെങ്കിൽ ധനലാഭത്തിലേക്ക്, ദുരാദായത്തിലേക്ക് നമ്മുടെ ഹൃദയം തിരിയാൻ പാടില്ല. ഹബക്കൂക്ക് 2:9 അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായ ധനം നേടുന്നവന് ഹാ കഷ്ടം. ഇന്ന് ധാരാളം പേർ സമ്പാദിക്കുന്നു, അവർക്കും അവരുടെ മക്കൾക്കും ഭക്ഷിക്കാനുള്ളതൊക്കെ ഉണ്ട്, പണമുണ്ട്. പക്ഷെ എന്നിട്ടും ദുരാദായം, അന്യായമായ രീതിയിൽ എങ്ങനെയെങ്കിലും പണം കൂട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. അത്തരക്കാർ ഹബക്കൂക്ക് പ്രവാചകന്റെ കാലത്തും ഉണ്ടായിരുന്നു. ഹബക്കൂക്ക് 2:9 അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം. ഇരമ്യ 22:17 ഇരമ്യ 22:17 എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു. അത്തരത്തിലുള്ള വ്യക്തികൾ ഇന്നുമുണ്ട്. പക്ഷെ ദൈവമക്കൾക്ക് ഈ സ്വഭാവം പാടില്ല. ഇരമ്യ 22:17 എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും, വലിയ ലാഭം കിട്ടണമെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്യേണ്ടി വരും. എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു. എങ്ങനെ വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കാം? അക്കാര്യത്തിൽ മാത്രം വ്യാപൃതമായിരിക്കുന്ന ബിസിനസ്സുകാർ ഇന്ന് ലോകത്തിലുണ്ട്. മറ്റ് ഈ സ്വഭാവമുള്ള ധാരാളം ആളുകൾ മറ്റു പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ദൈവമക്കൾക്കുള്ള പ്രമാണം എന്താണ്? വിഗ്രഹാരാധന തന്നെയായ അത്യാഗ്രഹം, ആ അവയവങ്ങളെ മരിപ്പിക്കണം. അത്തരം അവയവത്തെ, അത്തരം സിൻഫുൾ നേച്ചറിനെ മരിപ്പിക്കണം. എസക്കിയേൽ 22:27 തൊട്ട് എസക്കിയേൽ 22:27 തൊട്ട് അവളിലെ പ്രമാണികൾ ഇരയെ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളെ പോലെയാണ്. കൊള്ളലാഭമുണ്ടാക്കാൻ അവർ രക്തം ചൊരിയുകയും ജീവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു.
കൊള്ളലാഭം ഉണ്ടാക്കണമെങ്കിൽ പല ക്രൂരതകളും ചെയ്യേണ്ടി വരും. കൊള്ളലാഭം ഉണ്ടാക്കാൻ അവർ രക്തം ചൊരിയുകയും ജീവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നു. അത് കഴിക്കുന്നവർക്ക് മാരകരോഗം വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കാശ് കിട്ടണം, അതിനുവേണ്ടി മായം ചേർക്കുന്നു. കൊള്ളലാഭമുണ്ടാക്കാൻ അവർ രക്തം ചൊരിയുകയും ജീവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവളുടെ പ്രവാചകന്മാർ കർത്താവ് സംസാരിക്കാതിരിക്കെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനങ്ങൾ നടത്തുകയും ചെയ്ത് അവരുടെ തെറ്റുകൾ മൂടിവെക്കുന്നു. സഭയിലെ പല വിശ്വാസികളും പാപത്തിൽ കഴിയുമ്പോൾ വ്യാജപ്രവാചകൻ വന്ന് എന്താണ് പറയുന്നത്? നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും, നിങ്ങൾക്കിപ്പോൾ വലിയ വിടുതൽ കിട്ടും. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അവളുടെ പ്രവാചകന്മാർ കർത്താവ് സംസാരിക്കാതിരിക്കെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനങ്ങൾ നടത്തുകയും ചെയ്ത് അവരുടെ തെറ്റുകൾ മൂടിവെക്കുന്നു. ദേശത്തെ ജനം പിടിച്ചു പറിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അവർ ദരിദ്രരെയും അഗതികളെയും ഞെരുക്കുന്നു, പരദേശികളെയും അന്യായമായി പീഡിപ്പിക്കുന്നു. അടുത്ത വാക്യം സെബാസ്റ്റ്യൻ ബ്രദർ വായിക്കാം. റോമാലേഖനം 1:29. റോമർ 1:29. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ. റോമാലേഖനം 1-ാം അധ്യായത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വരൂപങ്ങൾക്ക് മഹത്വം കൊടുത്ത് പല വൃത്തികേടുകളും ചെയ്ത് ദൈവക്രോധം ഏറ്റുവാങ്ങുന്ന മനുഷ്യരുടെ പാപത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു വാക്യം മാത്രം വായിക്കുന്നു. റോമ 1:29. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും. അവരുടെ ഒരു പ്രത്യേകതയാണ് ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. വിഗ്രഹാരാധന തന്നെയായ അത്യാഗ്രഹം, അതിനെ മരിപ്പിക്കുവാനാണ് പൗലോസ് കൊളോസ്യർക്ക് കൽപ്പനയായി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ അത്യാഗ്രഹം കുറെ പണം കയ്യിലുണ്ട് എന്നതുകൊണ്ട് അത്യാഗ്രഹം കുറയും എന്ന് വിചാരിക്കരുത്. പണം കൂടുതൽ കിട്ടും തോറും കൂടുതൽ വേണമെന്നുള്ള ചിന്ത അത്യാഗ്രഹം വർദ്ധിക്കാനാണ് സാധ്യത. ആഹാബ് രാജാവാണ്, ധാരാളം ഭൂപ്രദേശങ്ങൾ തനിക്കുണ്ട്. എന്നാലും ഒരു സാധുവിൻ്റെ അല്പം പറമ്പ് സ്വന്തമാക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് ധാരാളം സ്വത്തുണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിൽ അന്യായമായി മറ്റുള്ളവൻ്റേതും കവർന്നെടുക്കണം. കാരണം ദ്രവ്യാസക്തി. രാജാക്കന്മാർ 1 രാജാക്കന്മാർ 21:1 തൊട്ട് 1 രാജാക്കന്മാർ 25 1 രാജാക്കന്മാർ 21:1 തൊട്ട് വായിക്കുന്നു. ജസ്രൽക്കാരനായ നാബോത്തിന് ജസ്രലിൽ സമരിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു, എനിക്ക് പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം. അത് കൊട്ടാരത്തിന്റെ സമീപമാണല്ലോ. അതിനേക്കാൾ മെച്ചമായ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. പണമാണ് വേണ്ടതെങ്കിൽ വില തരാം. എന്നാൽ നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ. എൻ്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് ജസ്രൽക്കാരനായ നാബോത്ത് പറഞ്ഞതിൽ രോഷാകുലനായി ആഹാബ് സ്വഭവനത്തിലേക്ക് മടങ്ങി. അവൻ മുഖം തിരിച്ച് കട്ടിലിൽ കിടന്നു, ഭക്ഷിച്ചതുമില്ല. അവൻ്റെ ഭാര്യ ഇസബേൽ അടുത്തു വന്ന് ചോദിച്ചു, അങ്ങ് എന്താണ് ഇത്ര ക്ഷോഭിച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. ഇസബേൽ ദുഷ്ടസ്ത്രീയായിരുന്നു. ആ ദുഷ്ടസ്ത്രീക്ക് യോജിച്ച ഭർത്താവായിരുന്നു ആഹാബ്. ചതി, നുണ, കളവ് ഇതെല്ലാം ഉപയോഗിച്ച് ആ പാപ മനുഷ്യനെ കൊന്ന് അദ്ദേഹത്തിൻ്റെ ആ പറമ്പ്, മുന്തിരിത്തോട്ടം സ്വന്തമാക്കി. പക്ഷേ
ഈ രാജാവിനും രാജ്ഞിക്കും അതുകൊണ്ട് കാര്യമായി പ്രയോജനമൊന്നും കിട്ടിയില്ല. വളരെ ശോചനീയമായ ഒരു അന്ത്യമാണ് ഉണ്ടാകുന്നത് ഈ 2 പേർക്കും, രാജാവിനും രാജ്ഞിക്കും. ഇതുപോലെ തന്നെ അത്യാഗ്രഹം കൊണ്ട് മറ്റുള്ളവരെ പറ്റിച്ച് കുറേ വാരിക്കോരി കൂട്ടിയത് കൊണ്ടൊന്നും ഒന്നും നേടാൻ പോകുന്നില്ല. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 25 തൊട്ട്. 2 രാജ ഏലീശ പ്രവാചകന്റെ ഭൃത്യനായിരുന്നു ഗേഹസി. ഏലീശ ദൈവപുരുഷനാണ്, പരിശുദ്ധാത്മ നിറവുള്ളവനാണ്, പ്രവചിക്കുന്നവനാണ്, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവനാണ്. ഇത്രയും ശ്രേഷ്ഠനായ ഒരു പ്രവാചകന്റെ കൂടെ കഴിഞ്ഞിട്ടും ഗേഹസിക്ക് ആ പ്രവാചകന്റെ യാതൊരു ഗുണവും കിട്ടിയില്ല. വാസ്തവത്തിൽ വിശ്വസ്തനായ ഒരു ഭൃത്യനായിരുന്നുവെങ്കിൽ ഈ ഗേഹസിക്ക് ഒരുപക്ഷെ ഏലീശയുടെ കാലശേഷം മറ്റൊരു പ്രവാചകനാകാമായിരുന്നു. പക്ഷേ ഗേഹസിക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല. കാരണം എന്താണ്? അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം. അവൻ നുണ പറഞ്ഞ് കുറച്ച് മുതലെല്ലാം സ്വന്തമാക്കി. അതിനെക്കുറിച്ചാണ് വായിക്കാൻ പോകുന്നത്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 25 തൊട്ട്. അപ്പോൾ ദൈവപുരുഷനായ ഏലീശയുടെ ഭൃത്യൻ ഗേഹസി ചിന്തിച്ചു, എൻ്റെ യജമാനൻ സിറിയാക്കാരനായ നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. നാമാന്റെ കുഷ്ഠം മാറ്റിക്കൊടുത്തു ഏലീശ പ്രവാചകൻ. നാമാൻ ധാരാളം ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിരുന്നു. പ്രവാചകൻ ഒന്നും വാങ്ങിയില്ല. അപ്പോൾ ഗേഹസിയുടെ പദ്ധതി ഇതായിരുന്നു: എൻ്റെ യജമാനൻ സിറിയാക്കാരനായ നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. കർത്താവാണേ, ഞാൻ അവൻ്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും. ഗേഹസി നാമാനെ പിന്തുടർന്നു. പുറകെ ഒരാൾ ഓടി വരുന്നത് കണ്ട് നാമാൻ അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങി കാര്യം തിരക്കി. അവൻ പറഞ്ഞു, എല്ലാം ശുഭം തന്നെ. എഫ്രയീം മലനാട്ടിൽ നിന്ന് പ്രവാചക ഗണത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രങ്ങളും തന്നയക്കണമെന്ന് അപേക്ഷിക്കുന്നുവെന്ന് യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു. നുണ പറയുകയാണ്. ഏലീശ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. 2 താലന്ത് സ്വീകരിച്ചാലും എന്ന് നാമാൻ അവനെ നിർബന്ധിച്ചു. അവൻ 2 താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രങ്ങളും സഞ്ചിയിലാക്കി 2 ഭൃത്യന്മാരുടെ തോളിൽ വെച്ചു കൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് ഗേഹസിയുടെ മുമ്പേ നടന്നു. മലയിൽ എത്തിയപ്പോൾ അവൻ അത് വാങ്ങി വീട്ടിനുള്ളിൽ വെച്ചതിനു ശേഷം ഭൃത്യന്മാരെ തിരിച്ചയച്ചു. അവൻ അകത്ത് തൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഏലീശ ചോദിച്ചു, ഗേഹസി, നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. എന്നാൽ ഏലീശ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസീദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നോ അത്? നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും. അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്തു. ഗേഹസി മറ്റൊരു പ്രവാചകനായില്ല. പിന്നെയോ നുണ പറഞ്ഞ് പലതും സമ്പാദിച്ച് കുഷ്ഠരോഗിയായി മാറി. സെബാസ്റ്റ്യൻ ബ്രദർ യോശുവ 7-ാം അധ്യായം 16 തൊട്ട് 13 വരെ വായിക്കും. യോശുവ 7:16 മുതൽ 23 വരെ വായിക്കുന്നു. അങ്ങനെ യോശുവ അതികാലത്ത് എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമായി വരുത്തി. യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. അവൻ യഹൂദ ഗോത്രത്തെ കുലമായി വരുത്തി. സർഹ്യകുലം പിടിക്കപ്പെട്ടു. അവൻ സർഹ്യകുലത്തെ കുടുംബമായി വരുത്തി. സബ്ദി പിടിക്കപ്പെട്ടു. അവൻ്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി. യഹൂദ ഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക. നീ എന്തു ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് പിഴച്ചു. ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേലങ്കിയും
200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ചു എടുത്തു. അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യോശുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിൽ ഓടിച്ചെന്ന് കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അവർ അവയെ കൂടാരത്തിൽ നിന്ന് എടുത്ത് യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്നു യഹോവയുടെ സന്നിധിയിൽ വെച്ചു. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ വലിയ യെരിഹോ കോട്ട തകർക്കുവാൻ കഴിഞ്ഞു. ദൈവമാണത് ചെയ്തത്. അടുത്തത് ഹായ് പട്ടണം ചെറിയ പട്ടണമാണ്. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് അത് പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം പറഞ്ഞിരുന്നു, ശപഥാർപ്പിത വസ്തുക്കളൊന്നും എടുക്കരുത് കൊള്ള മുതലിൽ. പക്ഷേ ഇസ്രായേൽ മക്കളെല്ലാം അതനുസരിച്ചു. ഒരുവൻ മാത്രം, ആഖാൻ മാത്രം ചിലത് മോഷ്ടിച്ചു. തദ്ഫലമായി അവർക്ക് ഹായ് പട്ടണം പിടിക്കാൻ കഴിഞ്ഞില്ല. ഒരാളാണ് മോഷ്ടിച്ചത് അത്യാഗ്രഹം കാരണം. പക്ഷേ മൊത്തം ഇസ്രായേൽക്കാരും പരാജയപ്പെട്ടു. സഭയിൽ ഒരുപക്ഷെ ഒരാളായിരിക്കാം അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും മൂലം പല സൂത്രങ്ങളും കാണിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു സഭയിൽ വിശ്വാസി എന്ന് പറയുന്ന വ്യക്തി അവിശ്വാസികളുടെ പണം തട്ടിച്ചു, പലരുടെയും പണം തട്ടിച്ചു. അപ്പോൾ എന്താണ് സംഭവിക്കുക? ആ പ്രദേശത്തുള്ള ആ സഭയിലെ മറ്റെല്ലാ വിശ്വാസികളെയും അവിശ്വാസികളായ സമീപവാസികൾ പരിഹസിക്കാൻ തുടങ്ങും. ഇവർ പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നു, നാട്ടുകാരുടെ പണം പറ്റിക്കലാണല്ലോ ഇവരുടെ ജോലി. ഒരുവനാണ്, ആഖാനാണ് മോഷ്ടിച്ചത്. പക്ഷേ ഇസ്രായേൽ മക്കൾ മൊത്തം തോറ്റു. യോശുവ 7-ാം അധ്യായം 16 തൊട്ട്. യോശുവ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറയ്ക്ക് വരുത്തി. അതിൽ നിന്ന് യൂദാ ഗോത്രത്തെ മാറ്റി നിർത്തി. അവൻ യൂദയുടെ കുലങ്ങളെ വരുത്തി. അതിൽ നിന്ന് സേരാ കുലത്തെ മാറ്റി നിർത്തി. പിന്നീട് അവൻ സേരാ കുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി. അതിൽ നിന്ന് സബ്ദി കുടുംബത്തെ വേർതിരിച്ചു. വീണ്ടും സബ്ദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി. യൂദാ ഗോത്രത്തിലെ സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാനെ മാറ്റി നിർത്തി. യോശുവ ആഖാനോട് പറഞ്ഞു, എൻ്റെ മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക. നീ എന്തു ചെയ്തെന്ന് എന്നോട് പറയുക. എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തത് ഇതാണ്: കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവ എടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി. അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. ഉടനെ യോശുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിലേക്ക് ഓടി. വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം ഒളിച്ചു വച്ചിരിക്കുന്നത് അവർ കണ്ടു. അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് യോശുവയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മുമ്പാകെ കൊണ്ടുവന്നു. അവർ അത് കർത്താവിൻ്റെ മുമ്പിൽ നിരത്തിവെച്ചു. പിന്നീട് ഈ ആഖാന് ശോചനീയമായ ഒരു അന്ത്യമാണ് ഉണ്ടാകുന്നത്. ആഖാൻ മുഖാന്തരം ആ സഭയൊക്കെയും കഷ്ടപ്പെട്ടു. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനം 3:5 ദൈവസഭയിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി പോലും ഉണ്ടാകരുത്. അതുകൊണ്ട് കൊളോസ്യ 3:5 ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന തന്നെയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. അത്യാഗ്രഹം ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കാൻ പറ്റാതെ ദുർമോഹത്താൽ പാപം ചെയ്ത ചില വ്യക്തികളുടെ കാര്യങ്ങളാണ് നാം നേരത്തെ വായിച്ചത്. കൊളോസ്യ ലേഖനം 3:5 വീണ്ടും വായിക്കുകയാണ്. കൊളോസ്യ 3:5 അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ.
Therefore, treat the parts of your earthly body as dead to sexual immorality, impurity, passion, and greed, which amounts to idolatry. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചു, നിങ്ങൾ ഭൂമിയിലല്ല നിക്ഷേപം സ്വരൂപിക്കേണ്ടത്, സ്വർഗത്തിലാണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. സാധാരണ മനുഷ്യർ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കാനാണ് കഷ്ടപ്പെടുന്നത്. പക്ഷെ ക്രിസ്തു പറയുന്നത്, നിന്റെ നിക്ഷേപം എവിടെയാണോ നിന്റെ ഹൃദയം അവിടെയായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും, അതായത് സമ്പത്തിനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല. ഇന്നും ആളുകൾ പണം പണം പണം, ലാഭം ലാഭം, ആർത്തി, അതികൊതി, ആ പ്രമാണത്താൽ സ്വാധീനിക്കപ്പെട്ട് ജീവിക്കുകയാണ്. ക്രിസ്തു ഏവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഈ അത്യാഗ്രഹത്തിൻ്റെ ആപത്ത് വ്യക്തമാക്കുന്ന പ്രസിദ്ധമായ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 12:15 തൊട്ട്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. ആ ഉപമയുടെ ശേഷം കർത്താവ് വലിയൊരു പാഠമാണ് പറയുന്നത്. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. ദൈവമക്കൾക്ക് വേണ്ടത് അത്യാഗ്രഹമല്ല, ദ്രവ്യാഗ്രഹമല്ല. ദൈവമക്കൾക്ക് വേണ്ടത് എന്താണ്? സംതൃപ്തിയാണ്. ദൈവം തന്നതുകൊണ്ട് തൃപ്തിയടയുക. ഒരാത്മീയൻ്റെ ലക്ഷണം എന്താണ്? ഇനിയും കിട്ടണം കിട്ടണം കിട്ടണം, ഇനിയും കിട്ടണം കിട്ടണം, സ്വന്തമാക്കണം എന്ന് പറഞ്ഞ് ഭൗതിക നേട്ടങ്ങളുടെ പുറകെ പരക്കം പായുകയല്ല. പിന്നെയോ അപ്പസ്തോലനായ പൗലോസ് ക്രിസ്തുവിനെ അറിഞ്ഞു, തൻ്റെ ജീവിതം സുവിശേഷത്തിനായി മാറ്റിവെച്ചു. പല കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ, തടവൊക്കെ ഉണ്ടായി. പക്ഷെ അദ്ദേഹം എന്താണ് പറയുന്നത്? ദൈവം എന്നോട് നീതി പുലർത്തിയില്ല എന്നല്ല, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്. നമ്മളും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണോ കർത്താവ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്, അതിൽ തൃപ്തിയടയുക. ആത്മീയമായി നമ്മൾ കൂടുതൽ വളരാൻ ദാഹിക്കണം. പരിശുദ്ധാത്മ നിറവ്, വചനം, അതിനായിട്ടൊക്കെ നമുക്ക് തൃപ്തിയല്ല, കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ നമുക്ക് വലിയ ആഗ്രഹം വേണം ആത്മീയ വളർച്ചയ്ക്ക്. പക്ഷെ ഭൗതിക വസ്തുക്കളുടെ കാര്യത്തിൽ അതല്ല, നേരെ മറിച്ചാണ്. അപ്പസ്തോലനായ പൗലോസ് പറയുന്നത് ഫിലിപ്പിയ 4:11, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത്യാഗ്രഹത്തിൻ്റെ ഓപ്പോസിറ്റാണ് സംതൃപ്തി. സംതൃപ്തി ഉണ്ടെങ്കിൽ ക്രിസ്തു തന്നത് എന്തായാലും അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്. അത് തിരിച്ചറിഞ്ഞവനാണ് ആത്മീയൻ. അല്പം വരുമാനമേ ഉണ്ടായിരിക്കൂ ഇവിടെ, പക്ഷേ ഇത് കർത്താവ് തന്നതാണ്. ചെറിയ വരുമാനമുള്ള ജോലിയായിരിക്കാം, പക്ഷേ ഇത് കർത്താവ് തന്നതാണ്. വലിയ ജോലിയെല്ലാം ഉണ്ട്, ധാരാളം ശമ്പളമുണ്ട്, പക്ഷെ അങ്ങോട്ട് പോയാൽ നുണ പറയേണ്ടി വരും, പല മ്ലേച്ഛതകൾക്കും കൂട്ടുനിൽക്കേണ്ടി വരും. അത് വേണ്ട, വരുമാനം കുറച്ചായാലും ഇത് കർത്താവ് തന്ന ജോലിയാണ്. എൻ്റെ കൈകൾ കറ പുരളാതെ ജോലി ചെയ്യുവാൻ സാധിക്കുന്ന
ഒരു ജോലിയാണ്. അവിടെയാണ് കർത്താവ് എന്നെ ആക്കിയത്. ഞാൻ അതിൽ തൃപ്തനാണ്. പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ തടവിലാണ് കിടക്കുന്നത്. നേരത്തിന് നല്ല ഭക്ഷണമില്ല, സുഖകരമായ കട്ടിലോ കിടക്കയോ ഒന്നുമില്ല. പക്ഷേ ആ സാഹചര്യം ദൈവം ഒരുക്കിയതായതുകൊണ്ട് അവിടെ സംതൃപ്തിയാണ്. ആ തടവിൽ കിടന്നതുകൊണ്ടാണ് ആ തടവിൽ ആ ആ തടവറയ്ക്കകത്തുള്ള പലരോടും സുവിശേഷം പറഞ്ഞ് അവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ പൗലോസിന് കഴിഞ്ഞത്. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ച് ഏത് കഷ്ടമാകട്ടെ, തടവറയാകട്ടെ, ഒരിക്കലും പിറുപിറുപ്പില്ല. പിന്നെയോ അദ്ദേഹം പറയുകയാണ്, ഫിലിപ്പിയ 4:11, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ബ്രദർ 1 തിമോത്തി 6:6-9 വരെ വായിക്കാം. 1 തിമോത്തി 6:6-9 വരെ. 1 തിമോത്തി 6:6-9 വരെ. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെടിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. 1 തിമോത്തി 6:6 ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൻ. ദൈവം നമുക്ക് യോജിച്ചതാണ് തന്നിരിക്കുന്നത്, അത് അംഗീകരിക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവുമുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. അപ്പോൾ പിന്നെ ദ്രവ്യാഗ്രഹമില്ല, അത്യാഗ്രഹമില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ഭക്ഷണവും വസ്ത്രവുമുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു. ഇതാണ് ദ്രവ്യാഗ്രഹം ഒരുവന്റെ ഉള്ളിലേക്ക് വന്നാൽ. വിശ്വാസിയുടെ ഉള്ളിലേക്കും ദ്രവ്യാഗ്രഹം വന്നാൽ ഇതേ കാര്യം തന്നെ അവിടെ നടക്കും. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. നമുക്ക് ഭക്ഷണവുമുണ്ട്, വസ്ത്രവുമുണ്ട്, അതിനപ്പുറവുമുണ്ട്. എന്നിട്ടും നമ്മളിൽ പലർക്കും തൃപ്തിയില്ല എങ്കിൽ വളരെ സൂക്ഷിക്കണം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് കുറവുണ്ടാവുകയില്ല. നമുക്ക് ന്യായമായത് അവിടുന്ന് നിശ്ചയമായും തരും. ആദ്യം ദൈവരാജ്യവും നീതി അന്വേഷിച്ചാൽ അതിനോടുകൂടെ ബാക്കിയൊക്കെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കർത്താവ് തരും. ഇനി ചിലപ്പോൾ ഞെരുക്കമുണ്ടാകാം. പൗലോസിന് അപ്പസ്തലന്മാർക്കൊക്കെ ഞെരുക്കം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പുറകിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പൗലോസ് പട്ടിണി കിടന്നിട്ടുണ്ട്, സമൃദ്ധി അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഏതവസ്ഥയിലും സംതൃപ്തിയോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ദ്രവ്യാഗ്രഹം ഒരുവനെ കീഴടക്കിയാൽ അവന് സംതൃപ്തി ഉണ്ടായിരിക്കുകയില്ല, ഉള്ളതിൽ തൃപ്തിയില്ല. മൊർദെഖായി ഹാമാനെ പോലെയാകും. ഹാമാന് വലിയ പദവികളൊക്കെ കിട്ടി. പക്ഷേ മൊർദെഖായി എന്ന യഹൂദൻ ഹാമാനെ കാണുമ്പോൾ തല കുമ്പിടുന്നില്ല. ആ ഒറ്റ കാരണത്താൽ എന്തെല്ലാം നേട്ടങ്ങൾ രാജാവ് ഹാമാന് കൊടുത്തിട്ടും ഹാമാന്റെ ഹൃദയത്തിന് ഒരു സംതൃപ്തിയുമില്ല. കാരണം മൊർദെഖായി തന്നെ കാണുമ്പോൾ വണങ്ങുന്നില്ല. അതൃപ്തി അതൊരു പാപമാണ്. ദൈവം തന്നതിൽ തൃപ്തി അടഞ്ഞാലാണ് നമുക്കെല്ലാത്തിനും സന്തോഷത്തോടെ സ്തോത്രം പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് അത് കഴിഞ്ഞില്ല. പലപ്പോഴും ദൈവം അവർക്ക് യോജിച്ച പലതും കൊടുത്തു. മന്ന കൊടുത്തു, പകൽ മേഘസ്തംഭ, രാത്രി അഗ്നിത്തൂൺ. പക്ഷേ അവർ ദൈവം
ചെയ്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് തൃപ്തിയില്ല. മന്ന പോലും അതിൽ തൃപ്തി കണ്ടെത്താതെ അതിനെതിരെ പിറുപിറുക്കുകയാണ്. അത് നമുക്കറിയാം. അത് ദൈവമക്കളായ നമുക്ക് വരരുത്. അതുകൊണ്ട് കൊളോസ്യ 3:5 ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഒരു 5 മിനിറ്റ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. എന്നിട്ട് വീണ്ടും വചനധ്യാനത്തിലേക്ക് വരാം. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സ്നേഹവാനായ കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിനായിട്ട് കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായി ഞങ്ങൾക്കെല്ലാം അങ്ങ് ചെയ്തു തന്നിട്ടുണ്ട്. ജീവനും കർത്താവിന്റെ മഹത്വം കരുണയ്ക്കായിട്ട് സ്തോത്രം. മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു യേശുവേ. സ്ഥാപനത്തിലൊക്കെ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. കൊണ്ടല്ല, വെള്ളി കൊണ്ടല്ല, രക്തം കൊണ്ട് അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ജനനം തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ, ആത്മീക ആവശ്യങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിന് അത്ഭുതകരമായി അവരിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം അവിടുത്തെ മഹാദയ പ്രയോജനത്തിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു,
കർത്താവേ, നമുക്ക് അപ്പാ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശുവേ സ്തോത്രം. നേരത്തേക്ക് മാത്രം സ്തോത്രം. ബാധ്യത്തോടെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മുടെ ലാഭത്തെ അപ്പാ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷം ഉടിപ്പിച്ചതോ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, നല്ലവനല്ലോ നല്ലവനല്ലോ. ആമേൻ. അവിടുത്തെ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മേൽ വസിക്കുന്നവരെ ദൈവമേ വിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു. അപ്പാ സ്തോത്രം, 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 സ്തോത്രം. ആഹാരം കൊടുക്കുന്നവരെ ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ജീവിക്കുന്നവരെ നിർത്തുന്നവരെ സ്തുതിക്കുന്നു. ഒരു തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവമേ സ്തുതി. നന്ദി ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നിറമോടെ മഹത്വം. സ്തുതി പാടിയിടും ഹല്ലേലൂയ. പാടാമോടെ സ്തോത്രം. സ്തുതിക്കുന്നു. സ്തുതി പാടിടുന്നേ അപ്പാ സ്തുതിക്കുന്നു. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ ഹല്ലേലൂയ. എന്തു സ്തോത്രം. ചെയ്യേണ്ടു നിനക്കേശു പര ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പര. നമുക്ക് വീണ്ടും തിരുവചന ധ്യാനത്തിലേക്ക് വരാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. ആ വാക്യത്തിൽ വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം അഥവാ അത്യാഗ്രഹം അതിനെ മരിപ്പിക്കണം. എബ്രായ ലേഖനം നമ്മോട് പറയുന്നത് എബ്രായ 13:5 തൊട്ട് നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. അതൊരു കൽപ്പനയാണ്. ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്. ഇപ്പോൾ ഉള്ളത് എന്താണ്? തൃപ്തിപ്പെടണം. ഇപ്പോഴുള്ള ഭാര്യ, ഇപ്പോഴുള്ള മക്കൾ, ഹസ്ബൻഡ്, ലഭിക്കുന്ന വരുമാനം, ഒരുപക്ഷെ വലിയ വീട്, അതിൽ ഒരുപക്ഷെ വീട്ടിൽ വലിയ സൗകര്യങ്ങളില്ലായിരിക്കാം. എന്തായാലും ഇപ്പോഴുള്ളതിൽ തൃപ്തിപ്പെടുക. മത്തായി 6-ാം അധ്യായം 31 തൊട്ട് അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. കാരണം കർത്താവ് തൻ്റെ ഭക്തന് ഇക്കാര്യങ്ങളെല്ലാം നൽകും. അതിനെക്കുറിച്ച് നമുക്ക് ടെൻഷൻ വേണ്ട. പിന്നെ എന്തിനാണ് അത്യാർത്തി? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. കർത്താവ് എന്താണ്? ലൂക്കോസ് 3:13 തൊട്ട് 14 വരെ. സ്നാപക യോഹന്നാന്റെ അരികിലേക്ക് ആളുകൾ വന്നു. ലൂക്കോസ് 3:13 തൊട്ട് അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. പടയാളികൾ സ്നാപക യോഹന്നാന്റെ അടുത്ത് വന്നപ്പോൾ, നിങ്ങൾക്ക് വലിയ പ്രൊമോഷൻ കിട്ടാൻ പോകുന്നു, നിങ്ങൾക്ക് ശമ്പളം വർദ്ധിക്കാൻ പോകുന്നു, ഇതൊന്നുമല്ല പറഞ്ഞത്. എന്താണ് യഥാർത്ഥ പ്രവാചകൻ പറഞ്ഞത്?
ഇപ്പോൾ ഉള്ള വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. അല്ലാതെ സൂത്രത്തിൽ കുറെ പണം ഉണ്ടാക്കണം അതല്ല പറഞ്ഞത്. വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഇന്ന് എത്രയോ ഉദ്യോഗസ്ഥന്മാരാണ്, നല്ല ശമ്പളം വാങ്ങുന്നവർ പോലും കൈക്കൂലി വാങ്ങുന്നു. ചിലപ്പോൾ ചെറിയ തുകയായിരിക്കാം, പിടിക്കപ്പെടുന്നു. എന്തൊരു അപമാനം! കാരണം എന്താണ്? ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം. അവർക്ക് ജീവിക്കാൻ വകയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ലഭിക്കുന്ന വേതന ശമ്പളം അതിൽ തൃപ്തിയില്ലാതെ സൂത്രവഴിക്ക് കാശുണ്ടാക്കാൻ നോക്കി. എന്നാൽ ഇവിടെ യഥാർത്ഥ പ്രവാചകൻ എന്താണ് പറയുന്നത്? വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഇന്ന് സഭയിൽ ഏതെങ്കിലും പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നാൽ ഇങ്ങനെ ഒരു പ്രവചനം പറയുമോ? നിന്നെ ഉയർത്താൻ പോകുന്നു, നിനക്ക് ഇതിനേക്കാളും വലിയ ഉയർച്ചയാണ്, നീ ഇവിടെ ഒതുങ്ങിപ്പോകേണ്ട വ്യക്തിയല്ല, നിനക്ക് ജോലിയിലും പലതിലും ഉയർച്ച കാണുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ പാവപ്പെട്ട വിശ്വാസിയുടെ ഉള്ളിൽ ദ്രവ്യാഗ്രഹവും ദുർമോഹവും വർദ്ധിക്കും. എന്നാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിനെന്ന് പറഞ്ഞാലോ? അപ്പോൾ ആർത്തി അഥവാ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ മരിക്കും. സെബാസ്റ്റ്യൻ ബ്രദർ മത്തായി 6:19 തൊട്ട് വായിക്കാം. മത്തായി 6:19-20 പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. മത്തായി 6:19 ക്രിസ്തു പറഞ്ഞ ഇക്കാര്യം നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ പിന്നീട് ദ്രവ്യാഗ്രഹം എന്നുള്ള വിപത്ത് അല്പം പോലും നമ്മുടെ പിന്നാലെ കൂടുകയില്ല. മത്തായി 6:19 തൊട്ട് ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 6 തന്നെ 24 തൊട്ട് 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കില്ല. ഒന്നുകിൽ ഒരുവനെ വെറുക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ. മാമോൻ സമ്പത്ത് അഥവാ പണമാണ്. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒന്നുകിൽ ദൈവത്തെ സേവിക്കും, അല്ലെങ്കിൽ മാമോനെ സേവിക്കും. രണ്ടും ഒരുമിച്ച് പറ്റില്ല. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? നമ്മുടെ കർത്താവ് നമുക്ക് ന്യായമായത് ന്യായമായ സമയത്ത് തരാതിരിക്കുമോ? ഒരിക്കലുമല്ല. വേലയില്ലാതെ ചിലർ നിൽക്കുകയാണ്, അവരെ വിളിച്ചു, ജോലിക്ക് നിയമിക്കുന്നു. ന്യായമായത് തരാമെന്ന് പറഞ്ഞു, ന്യായമായത് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവ് നീതിമാനാണ്. തൻ്റെ ഭക്തനെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നവനാണ്. പിന്നെ ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ടോ? വ്യാജപ്രവചനം പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? പുതിയ നിയമത്തിൽ ദശാംശം എന്ന സംവിധാനം ഇല്ല എങ്കിലും പുതിയ നിയമത്തിൽ ദശാംശമുണ്ട് എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ പണം പറ്റിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? വ്യാജപ്രവചനം പറഞ്ഞ് വിശ്വാസികളെ ചൂഷണം ചെയ്യേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. നാം ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. ഇന്നത്തെ വചനപ്രബോധനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും കൊളോസ്യ ലേഖനം 3 ബൈബിൾ തുറന്ന് 5-6 വാക്യങ്ങൾ 2 തവണ വായിക്കാം. എല്ലാവരും ബൈബിൾ തുറന്ന് കൊളോസ്യ ലേഖനം 3 5-6 വാക്യങ്ങൾ നോക്കി വായിക്കാം.
ആകയാൽ ആകയാൽ ദുർനടപ്പ്, ദുർനടപ്പ്, അശുദ്ധി, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. വീണ്ടും വായിക്കാം. ആകയാൽ ദുർനടപ്പ്, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവ് ഇന്ന് രാത്രിയിലും ദൈവങ്ങളുടെ വചനത്തിന് മുമ്പാകെ ഇരിപ്പായി ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് കേട്ട അങ്ങയുടെ ഉപദേശം ഹൃദയപൂർവ്വം എടുക്കാനായിട്ട് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു നടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കർത്താവെ, ഞങ്ങൾ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. ഇവിടെ വേണ്ടതെല്ലാം, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അങ്ങ് ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് സ്നേഹത്തോടുകൂടി തരുന്ന ദൈവത്തെ കർത്താവെ നന്ദിയോടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്നത് കൊണ്ട് അതിലുള്ള തൃപ്തിയിൽ ദൈവത്തെ സേവിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, ഈ ഭൂമിയിൽ അല്ല നിക്ഷേപിക്കേണ്ടത്, സ്വർഗത്തിൽ കുലുങ്ങാത്ത രാജ്യത്തിലാണ് നിക്ഷേപിക്കേണ്ടതെന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത് ഓർത്തങ്ങി സ്തുതിക്കുന്നു. കർത്താവെ, ഇന്നും ഞങ്ങളെ സഹായിച്ചത് ഓർത്തങ്ങി സ്തുതിക്കുന്നു. ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയവോടെ കേൾക്കണം പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണം. എല്ലാവരെയും കർത്താവ് കൃപയാൽ നടക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Praise the Lord.